ഇവിടെ ഒരാൾക്ക് പണി കൊടുത്തിരിക്കുകയാണ്. വാഷിംഗ് പണി രാവിലെ തന്നെ ജംഷി തന്നു. അല്ല, എല്ലാരും ഒരുപോലെ ആയിരിക്കണം. എനിക്ക് കൊറേ പണിയുണ്ട്, നിങ്ങൾക്ക് ഒരു പണിയുള്ളൂ. രാവിലെ വെച്ച് ഞാന് ജിമ്മിനെ മറ്റേ പോണോ ചോദിച്ചപ്പോ ജംഷി പറഞ്ഞില്ല വാഷ് ചെയ്താൽ മതി, അതാണ് നല്ല ജിമ്മ്, നല്ല ജിമ്മ് വരുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോഡ് തുണി ഇട്ട് തന്നിട്ട് തീരുമാനമായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ എന്താ പറയാ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റും, എല്ലാരും ഒരുപോലെ ആയിരിക്കണം. എനിക്ക് കൊറേ പണിയുണ്ട്, നിങ്ങൾക്ക് ഈ മെഷീനില് തുണി ഇടാൻ മാത്രം ഞാൻ തന്നിട്ടുള്ളൂ പണി. പക്ഷെ രാവിലെ എണിച്ച് ഞാന് ജിമ്മിനൊക്കെ പോയി ചേർന്ന് നാളെ മുതൽ ജിമ്മിനൊക്കെ പോകാണ്ടിരിക്കുമ്പോ രാവിലെ എണിച്ച് തുണിയൊക്കെ തിരുമ്പിട്ട് പോയാൽ മതി. ജിമ്മിന് പറഞ്ഞിപ്പോ 10 മണിക്ക് ജിമ്മിന് പോയിട്ട് എന്താ കാര്യം? അപ്പൊ ഇതന്നെ ജിമ്മ്. അല്ല, വീട്ടിലത്തെ പണിയായി നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതുമാണ്. കണ്ട കയ്യിലൊക്കെ മസിൽ കയറി വേണ്ട, മിഷീനിൽ ഇങ്ങനെ തുണികൾ എടുക്കുക. അതായത് നമ്മളെന്തെങ്കിലുമൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ട് ജംഷിക്ക് തുണിയൊക്കെ തിരുമ്പി ഇവിടെ ഒക്കെ ക്ലിയർ ആയി കൊടുത്താൽ ഒരു സമാധാനം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മള് ഗൾഫിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തുണിയൊക്കെ തിരുമ്പണോണ്ട് നമുക്കത് ശീലമായി. എന്നാലും എല്ലാ വീട്ടിലും ഇനിയിപ്പോ ഇത് കണ്ടിട്ട് തുണി തിരുമ്പാൻ വെക്കോ എന്നുള്ളൊരു പേടി മാത്രമല്ല എനിക്ക്. ജംഷി അപ്പളേ എന്താ കഴിക്കാൻ രാവിലെ കഴിക്കാൻ പുട്ടും പഴവും കഴിച്ച് ഞാനിപ്പോ രോഗി. രാവിലത്തെ ഫുഡ് ജംഷി അലക്കൽ പണിയൊക്കെ കഴിഞ്ഞപ്പോ വാഷിംഗ് ഒക്കെ കഴിഞ്ഞു. അതാണ് ഇപ്പൊ ആ കൂടെ എൻ്റെ ഒരു പണി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ പുട്ടും പഴമാണ് ഫുഡെന്ന്. ആ ഫുഡൊക്കെ തന്ന് ഇങ്ങനെ ഇരുത്തിരിക്കുകയാണ്. എനിക്ക് വേറെ പണി തരൊന്നുമില്ല. അപ്പൊ ഫുഡ് കഴിക്കുക, വാഷ് ചെയ്യുക, വേറെ എനിക്ക് അതെ. നമ്മൾ ഡ്രസ്സിന്റെ ബിസിനസ് ആയതുകൊണ്ട് അതിന് സാധനം എടുക്കാനും പോകാനൊക്കെ വരാനുണ്ടാവും. അതിനെ സമയം കിട്ടുള്ളൂ. അതെ, ശരീരം നേരാവാൻ വേണ്ടിയിട്ടാണ് രാവിലെ ഒരു പണി കൊടുക്കുന്നത്. ഓ, അപ്പൊ ഈ വാഷിംഗ് പണി ചെയ്തിട്ട് ആരാണോ ശരീരം നേരായിരിക്കണേ? കമന്റ്സ് ജസ്റ്റ് ഒന്ന് കമന്റ്സ് ചെയ്യണ്ട. കേട്ടോ, എന്നാലും പുട്ടുമ്പോഴും അജ്മിന്റെ പുട്ടുപൊടിയാണ് കേട്ടോ, സൂപ്പറാണ് അജ്മി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അജ്മി. അങ്ങനെ അജ്മി പുട്ടുപൊടി, അജ്മി കൊണ്ടുള്ള പുട്ട്, അജ്മിന്റെ പൊടിയൊക്കെ അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. എന്ത് ടേസ്റ്റ് ആണ്. പരസ്യത്തിന് പോയതാണോ? അല്ല, പരസ്യമല്ല, നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് പറയാണ്. പിന്നെന്താണ് കഴിച്ചിട്ട് വേറെ പണിയുണ്ട്, മറ്റേ പഞ്ചാബി ഹൗസിൽ പറയണ പോലെ കഴിച്ചിട്ട് വേറെ പണി തരാ. അതല്ലേ, ഈ പാത്രം കഴുകല്ല, പാത്രം ഇങ്ങനെ നേരത്തെ കഴുകി. ഒരാളൊന്ന് ഉറങ്ങി എണിച്ച് വന്നിട്ടുള്ളൂ അല്ലേ? ഗുഡ് മോർണിംഗ് പറയും. പുട്ടായത് കൊണ്ടേ അസ്സലാമു അലൈക്കും പറയ്. ശരി, കഴിക്കിട്ടാ. മോൻ തുടച്ചില്ല. നിനക്ക് ഞാൻ തരുന്നതാണോ ഭക്ഷണം തരുന്നതാണോ ഇഷ്ടം, അമ്മ തരുന്നതാണോ ഇഷ്ടം? പാവം വളസി. ഞാൻ തന്നെ ഇഷ്ടല്ല. നിങ്ങളാണ്, അവള് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ തരുന്നതാണ് ഇഷ്ടം. ഇഷ്ടം അല്ലേ? കണ്ടില്ലേ, മാപ്പന്മാർക്ക് എത്ര സ്നേഹമുള്ളൂ കേട്ടാ. പെൺകുട്ടികൾക്ക് ഉമ്മമാരെയാണ് ഇഷ്ടം കൂടുതൽ, വാപ്പമാരെയാണ് ഇഷ്ടം. നിനക്ക് വാപ്പാനെ ഇഷ്ടം, ഉമ്മാനെ ഇഷ്ടം? കണ്ടാ, അത് എന്നോട് തെറ്റണം, എന്നാലേ പറയുള്ളൂ. നിങ്ങളെ ജംഷിന്റെ അടുത്ത് തെറ്റിക്കഴിഞ്ഞാൽ നേരെ എന്റെ അടുത്ത് വരും വാപ്പ പറഞ്ഞിട്ട്. ഞങ്ങളപ്പോ പുറത്തു പോവുകയാണ് അല്ലേ? ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കാണ്. ഇതാണ് നമ്മളെ ചെറിയൊരു കുഞ്ഞു വീട്. കുഞ്ഞു കിളിക്കൂട് അല്ലേ? ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നിപ്പോ ഭയങ്കരമായിട്ട് വെയിലുണ്ട്. കുറച്ച് വെയിൽ വരുമ്പോഴത്തേനും ഭയങ്കര ചൂടാണ്. അങ്ങനെയാണ് പാലക്കാട്. ഉത്തരവാദിത്തമുള്ള ജോലിയല്ല. റേഷൻ കടയിൽ പോകണം. അതിനുശേഷം ഇലക്ട്രിക് വണ്ടിയാണ് ജംഷി എടുത്തതിന് ശേഷം എണ്ണ അടിക്കണ്ട. പക്ഷേ ഈ വണ്ടി എന്താ പറയുക, എൻ്റെ അഭിപ്രായത്തിൽ ആരും എടുക്കാതിരിക്കണം എന്നല്ലേ. കാരണം എന്താ വെച്ചാൽ സർവീസിന് വിട്ടാൽ വണ്ടി കിട്ടില്ല. 20 ദിവസം 1 മാസമൊക്കെ ആവും ഈ വണ്ടി പോയാൽ കിട്ടാൻ. പക്ഷെ വണ്ടി അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ 4 പേരുണ്ടെങ്കിലും സൂപ്പറായി. എനിക്ക് ഇരിക്കാൻ ഇഷ്ടമുള്ള വണ്ടിയാണ്.
നല്ല വണ്ടിയാണ് കേട്ടോ. പക്ഷേ സർവീസിന് വിട്ടാൽ കിട്ടില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പരമാവധി എടുക്കുമ്പോൾ വണ്ടി എടുക്കുമ്പോൾ ഈ വണ്ടിയൊക്കെ ആലോചിച്ചിട്ട് എടുക്കുക, അതാണ് മെയിൻ പറയാനുള്ളത്. എണ്ണ അടിക്കണ്ട കേട്ടോ അല്ലേ? എണ്ണ അടിക്കണ്ട, ഇല്ലെങ്കിൽ 300-400 ഒക്കെ ആവും ഡെയിലി എണ്ണ അടിക്കാൻ. ഇന്ന് കുട്ടികൾക്ക് സ്കൂളില്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്കൊന്ന് ഇറങ്ങിയിട്ട് എൻ്റെ വീട്ടിലേക്കാണ് പോണത്. അങ്ങനെ എൻ്റെ വീടെത്തി. ഇത് എൻ്റെ ഉപ്പയാണ്. ആൾക്ക് 2 വർഷം മുമ്പ് കാലിൻ്റെ പാദം ഷുഗർ വന്നിട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നല്ല വർക്കൊക്കെ ഉണ്ടായിരുന്നതാണ്, യൂണിയനിൽ വർക്ക് ഉണ്ടായിരുന്നതാണ്, ലോഡിങ് എന്നൊക്കെ പറഞ്ഞു നമ്മളവിടെ. അപ്പോൾ നല്ല വർക്കൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ആളുടെ കാലിൽ പഴുപ്പ് വന്നിട്ട്, ഷുഗർ ആയിട്ട് പഴുപ്പ് വന്നിട്ട് കാലിൻ്റെ പാദമൊക്കെ എടുത്തിട്ട് ഇരിക്കുകയാണ്. മറ്റേ കാലിലും അതുപോലെ നഖം വെട്ടിയതാണ്, അതിലും ഇങ്ങനെ പഴുപ്പ് വരുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഒന്ന് ഭേദമായി കിട്ടിയാൽ മതി. ഇപ്പോൾ 2 വർഷമായിട്ട് നമ്മൾ ഒരുപാട് പൈസയൊക്കെ ചിലവാക്കുന്നുണ്ട് ഡെയിലി മുറിവൊക്കെ കെട്ടാനൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ ഈ എണ്ണ കാച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് തേച്ചിട്ടാണ് മുടി വളർന്നതെന്ന് ഞാൻ പറയുമായിരുന്നു. ആദ്യം ചൊട്ടത്തലയായിരുന്നു, ഇപ്പോൾ മുടി വളർന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോമഡി പറയുമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഉപ്പാൻ്റെ കാര്യങ്ങൾ. പിന്നെ പോയിട്ട് നേരെ അടുക്കളയിലേക്കാണ്. ഉമ്മ ഭയങ്കര ബിസിയാണ്, മീനൊക്കെ നേരാക്കി അതിന് മസാലയൊക്കെ തേച്ച് വെക്കുകയാണ്. പിന്നെ കോളിഫ്ലവർ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ കണ്ടത് ഞങ്ങൾക്ക് ഫുഡൊക്കെ തരാനുള്ള തിരക്കിലാണ്. ഇതെന്ത് മീനാണ്? മീൻ കറി, ചെമ്പാൻ അല്ലേ? ചെമ്പാൻ. പിന്നെ കോളിഫ്ലവർ, പിന്നെ ഇപ്പോൾ നല്ല പേര് കേട്ടോ. അത് ഇതിൻ്റെ പേരെന്താണ്? പയറുപ്പേര്. ബീൻസും പയറും ഒരുപോലെയാണ്. അങ്ങനെ ജെൻസിൻ്റെ വീട്ടിലാണ് കേട്ടോ. എന്നും വന്നാൽ നല്ല സാപ്പാടാണ്. പിന്നെ ഞങ്ങൾ കുട്ടികളെയൊക്കെ വീട്ടിലാക്കിയിട്ട് ഇക്കാക്ക് ടീഷർട്ട് എടുക്കണം എന്ന് പറഞ്ഞ് സ്റ്റുഡിയോയിലേക്ക് പോയിട്ടാ. അവിടെ ടീഷർട്ടൊക്കെ തരികയാണ്. എന്ത് കിട്ടുന്നതോ ഒന്നും മിസ് ചെയ്യില്ല. ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി പോകുകയാണ് കേട്ടോ. എല്ലാം ഞാൻ ബ്യൂട്ടീഷ്യൻ ക്ലാസ് കഴിഞ്ഞതോടുകൂടി എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല, എന്നാലും വെറുതെ ഇങ്ങനെ നോക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഓക്കെ, ബായ്.